ഈ ഈ ഈ ഊ ഊ ഉറി ഊ ഉള്ളി ഊ ഊ ഊ ഊ ഊ ഊഞ്ഞാൽ ഊ ഊണ് ഊ ഊ ഊ ഋ ഋ ഋഷി ഋ ഋഷഭം ഋ ഋ ഋ എ എലി എ എണ്ണ എ എ എ എ ഏണി ഏലം എ എ എ ഐരാവതം ഐക്യം ഐ ഓ ഒച്ച് ഓ ഒട്ടകം ഓ ഓ ഓ ഓ ഓല ഓ ഓന്ത് ഓ ഓ ഓ ഔ ഔഷധി ഔഷധം ഔ ഔ ഔ അംബരം അംബുജം ആ ഇ ഈ ഉ ഊ ഋ എ ഐ ഓ ഓ ഔ ആ മയിലുകളെ ഒത്തിരി ഇഷ്ടമായി. കുറച്ചു നേരം നോക്കി ഇരുന്നു. അവ മയിലുകളെല്ലാം പറന്നു പോയി. കാക്ക കണ്ടു കുറെ മയിൽപ്പീലിയുണ്ട്. കാക്ക ആ മയിൽപ്പീലികളെല്ലാം എടുത്ത് തന്റെ ചെറുകിൽ കുരുത്തു വെച്ചു. എന്നിട്ട് കാക്ക പറന്ന് മണിക്കൂട്ടത്തിൽ നിന്നിരുന്നു. അപ്പോൾ അവനോട് ചോദിച്ചു, നീ ആരാ? ഞാൻ ചോദിച്ചു. അപ്പൊ കാക്ക പറഞ്ഞു, ഞാൻ നിങ്ങളെ പോലെ സുന്ദരി വേറെ മയിലാണ് പറഞ്ഞു. മയിലുകളും സമ്മതിച്ചില്ല. നീ മയിലല്ലാന്ന് പറഞ്ഞു. കാക്കയ്ക്ക് വിഷമായി. കാക്ക പറന്നു പോയി കാക്കക്കൂട്ടത്തിൽ ചെന്നിരുന്നു. അവരും കൂട്ടില്ല. അവര് ചോദിച്ചു, നീ വേറൊരു മയിലിന് നിന്നെ കൂട്ടില്ല പറഞ്ഞു. കാക്കനെ കൂട്ടില്ല. അപ്പൊ കാക്കയ്ക്ക് മനസ്സിലായോ? പേര് മനസ്സിലായില്ലേ? ഈ ചിന്നുകാക്കി ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. നല്ല സുഹൃത്തുക്കൾ. നിങ്ങളെ പോലെ തല്ലൊന്നും ഉണ്ടാവില്ലല്ലോ. മനസ്സിലായോ? പക്ഷെ ഒരു ദിവസം അവർ വഴിപ്പെട്ടു. അത് അവരുണ്ടാവില്ലോ. വഴിപ്പെട്ടല്ലോ അല്ലേ? പക്ഷെ അത് എന്തിനായിരുന്നു? ആരാണ് മിടുക്കി എന്നറിയണം. മനസ്സിലായോ? ആരാണ് മിടുക്കി എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ചെറിയ വഴക്കുണ്ടാക്കിയത്. ഒത്തു കളിക്കാൻ പഠിക്കാൻ രസിക്കുവാൻ പൊട്ടിച്ചിരിക്കാൻ തുമ്പിക്കരയുവാൻ ഉള്ളിൽ വെളിച്ചം നിറയ്ക്കുവാൻ കൂടുമെൻ പുസ്തകക്കൂട്ടരെ ഏറെ ഇഷ്ടം വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം നല്ല വായനക്കാരനാണേറെ ഇഷ്ടം പുസ്തകക്കാവുകൾ ഉള്ളിൽ തുളുമ്പുന്ന തേൻ കുടിക്കാൻ എനിക്കേറെ ഇഷ്ടം വായനക്കാലം വളർത്തുവാൻ നാടാകും വായനശാല പടുത്തുയർത്താൻ ജന്മം സമർപ്പിച്ചൊരക്ഷര സ്നേഹിയാം പിയൻ പണിക്കരോടേറെ ഇഷ്ടം
ചോദിക്കും, അപ്പൊ പറഞ്ഞാൽ മതി. സ്വാതന്ത്ര്യ സമര സേനാനി എന്നീ നിലകളിൽ പ്രശസ്തനാണ്. സ്വന്തം ജില്ലയിൽ നമ്മുടെ തൊട്ടടുത്ത് വലപ്പാടാണ് അദ്ദേഹം ജനിച്ചത്. ഞാൻ ഇതിന് ക്വസ്റ്റ്യൻ കഥകളുടെയും കവിതകളുടെയും ലോകത്തേക്ക് കുട്ടികളെ കൈപിടിച്ചു നടത്തിയ കുട്ടികളുടെ സ്വന്തം മാസ്റ്റർ എന്റെ മനസ്സിൽ ഇപ്പോഴും